പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, സൗഖ്യം നൽകുന്ന ദൈവം, ഇന്നും ജീവൻ പകരുന്ന ഒരു ദൈവം, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവം. ഇപ്പോൾ നമ്മൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ പരിചയപ്പെടുകയാണ്. അവരുടെ കണ്ണുനീരിന് നാളുകളിൽ മരണകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയപ്പോൾ ജീവിക്കുന്ന ദൈവം എങ്ങനെ ആ കുടുംബത്തിൽ ഇടപെട്ടു അവരെ അനുഗ്രഹിച്ചു സൗഖ്യപ്പെടുത്തി എന്ന ഒരു സാക്ഷി കേൾക്കുകയാണ്. ഇതിലൂടെ നമ്മളെ സഹായിക്കുന്നത് ഷാജി നിരപ്പേൽ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ജിജിയുമാണ്. അവർ ഇടുക്കി ജില്ലയിൽ തങ്കമണി ഇടവകയിൽ ജീവിക്കുന്നു, താമസിക്കുന്നു, കുടുംബജീവിതം നയിക്കുന്നു. 2 മക്കളുടെ പിതാവും അമ്മയുമാണ്. നമുക്ക് കരങ്ങളടിച്ച് വചനവേദിയിലേക്ക് അവരെ സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒരു നിമിഷം നമുക്കൊന്ന് ഏറ്റു നിന്നാലോ? നിനക്കും നിന്റെ ഭവനത്തിന് മുഴുവനും രക്ഷ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ അവൻ നിന്നോട് പറയും. ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ ഞാൻ കർത്താവിൻ്റെ വാക്കുകൾ ഓർത്തു. യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ ദാനം അവർക്കും അവിടുന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ്? ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കിരിക്കാം. എൻ്റെ പേര് ഷാജി, എൻ്റെ ജീവിത പങ്കാളി ജിജി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്, 2 പെൺകുട്ടികൾ. ഒരാൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തൊടുപുഴ ഡയറ്റീഷ്യനായിട്ട് ജോലി ചെയ്യുന്നു. അടുത്തയാൾ ഇവിടെ അങ്കമാലിയിൽ നമ്മുടെ രൂപതയുടെ ഒരു സ്ഥാപനത്തിൽ സൈക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ചെമ്പകപ്പാറ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ചെമ്പകപ്പാറയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, +2 ഒക്കെ ആയ സമയത്ത്, നമുക്ക് ദൈവമില്ലെന്ന് പറയുന്നതാണല്ലോ ഒരു പുരോഗമന ചിന്താഗതി. അപ്പോൾ ഞാനും ആ സമയത്ത് ഇടമറുക്, അതുപോലെ AT കോവൂര്, അതുപോലെ മനഃശാസ്ത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുന്നതായിരുന്നു എൻ്റെ ഒരു ഹോബി. അങ്ങനെ ഞാനും ദൈവമൊക്കെ ഇതൊരു സങ്കല്പം മാത്രമാണ്, ഇത് വൈദികർക്കും സന്യസ്തർക്കും വേണ്ടിയുള്ള ഒരു ഉപജീവന മാർഗമാണ് എന്നൊക്കെ കരുതിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് പോട്ടയിൽ നിന്ന് നമ്മുടെ നായ്ക്കുപറമ്പിൽ അച്ഛൻ്റെ ടീം ചെമ്പകപ്പാറ ഇടവകയിൽ വന്ന് ഒരു കൺവെൻഷൻ നടത്തുന്നത്. അവിടെ അച്ഛൻ പറഞ്ഞ ഒരു ദൈവവചനം എന്നെ സ്പർശിച്ചു. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണത്. ശുഭമായ ഭാവിക്കും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഈ വചനം എന്നെ സ്വാധീനിച്ചു. അന്ന് അച്ഛൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, ഈശോയ്ക്ക് നിങ്ങളെക്കുറിച്ച് വിചാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ ഈശോയുടെ തിരുസന്നിധിയിൽ പോയിരുന്ന് ഈശോയുടെ അഭിപ്രായം ചോദിച്ചു വേണം തീരുമാനമെടുക്കുവാൻ. അന്ന് ഇതുപോലെ വലിയ സാക്ഷ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായി. അനേകം ആൾക്കാർ അവിടെ ഒത്തുകൂടി. അതിനിടയ്ക്ക് ഒരാൾക്ക് രോഗസൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പം ആ രോഗസൗഖ്യം അനുഭവപ്പെടുന്നത് 3 പേർക്കെന്ന് പറയുമ്പം 33 പേര് കൈവക്കും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയൊരു തമാശയായിട്ടാണ് അന്ന് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഞാനതൊക്കെ പറഞ്ഞ് ഒത്തിരി വൈദികരെ കളിയാക്കുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു. അങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ വിവാഹം കഴിക്കാൻ നേരത്തെ, വിവാഹത്തിൻ്റെ സമയമായപ്പോൾ എനിക്കൊരു കുരിശുരൂപമുണ്ട്. ഈ കുരിശുരൂപത്തിൻ്റെ അടുത്ത് മുട്ടുകുത്തുകയും തിരി കത്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു.
കാര്യം അച്ഛന്മാരോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഈശോ എൻ്റെ ക്രൂശിതനായ ഈശോ എന്നെ സ്വാധീനിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ ഓരോ പെൺകുട്ടികളെ കണ്ടിട്ട് വരുമ്പോഴും ഞാൻ ഈശോയുടെ എനിക്ക് തിരികെത്തിച്ച് ഞാനിങ്ങനെ പറയും, ഈശോയെ, നീ എനിക്കായി സൃഷ്ടിച്ച ആളല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് അത് മാറ്റിത്തരണേ. 15 പെൺകുട്ടികളെ കണ്ടിട്ടും അത് വിവാഹമൊന്നും നടന്നില്ല. അവസാനം 16ാമത് ഒരു പെൺകുട്ടിയാണ് ജിജി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇങ്ങനെ വിവാഹത്തിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ വന്നു. ഇടവകയിലെ അച്ഛൻ്റെ അടുത്ത് വേദോപദേശം കേൾപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ചോദിക്കുന്നു, ദൈവകൽപ്പനകൾ എത്രയാണ്? ഞാൻ ദൈവകൽപ്പനകളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. അടുത്ത അച്ഛൻ്റെ ചോദ്യം ഇതാണ്, തിരുസഭയുടെ കൽപ്പനകൾ എത്രയാണ്? ഞാൻ പറഞ്ഞു ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അന്ന് വരെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഈ തിരുസഭ എന്ന് പറയുന്നത് വൈദികരും സന്യസ്തരും അടങ്ങിയ എന്തോ ഒരു സമൂഹം, ഒരു കമ്മ്യൂണിറ്റി മാത്രമാണ്. അവരെ അംഗീകരിക്കാൻ എനിക്ക് മനസ്സിലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ അത് അനുസരിക്കുന്നില്ല, അതുകൊണ്ട് ഞാനത് പഠിച്ചിട്ടുമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ പള്ളിയിൽ വെച്ച് വിവാഹം കഴിക്കണ്ട, അച്ഛൻ അങ്ങനെ പറഞ്ഞു. ഞാൻ അന്നേരം എൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ പാതയിലായിരുന്നതുകൊണ്ട്, യുക്തിവാദി ഒരു രീതിയിലൊക്കെ ആയിരുന്നതുകൊണ്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പള്ളിയുടെ മുൻപിൽ വെച്ച് കല്യാണം കഴിക്കും. അച്ഛനുമായിട്ട് പ്രശ്നമായി. അച്ഛൻ പറഞ്ഞു ഞാൻ കെട്ടിച്ച് തരത്തില്ല. പക്ഷേ അടുത്ത ഇടവകയിലെ വികാരി അച്ഛനുമായിട്ട് എൻ്റെ അനിയൻ വലിയ സുഹൃത്തായിരുന്നു, അദ്ദേഹം ഇടപെട്ടു, ഞങ്ങൾക്ക് വിവാഹം നടത്തി തന്നു. പക്ഷെ വിവാഹം നടത്തിയ സമയത്ത് ഒരു അവസാനത്തെ ആശീർവാദം എൻ്റെ മനസ്സിലിങ്ങനെ വളരെ പച്ച പിടിച്ചിരുന്നു. നിൻ്റെ ആവശ്യ സമയത്ത് സഹായിക്കാൻ നിനക്ക് നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നൽകട്ടെ, നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകട്ടെ. ഈ ഒരു ആശീർവാദം എൻ്റെ മനസ്സിലിങ്ങനെ കടന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതമൊക്കെ ആരംഭിച്ചു. ഞങ്ങൾക്ക് ആദ്യത്തെ 2.5 വർഷം കൊണ്ട് തന്നെ 2 കുഞ്ഞുങ്ങൾ ഉണ്ടായി. അപ്പോൾ ഞങ്ങളുടെ പോക്കുകളൊക്കെ ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പം ജീവിത പങ്കാളിയുടെ അമ്മ നല്ല പ്രാർത്ഥനക്കാരിയാണ്. അമ്മ ഞങ്ങളോട് പറഞ്ഞു, ഒരു ധ്യാനം കൂടണം, ധ്യാനം കൂടാതെ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ വണ്ടി എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല, അതുകൊണ്ട് നിങ്ങളൊരു ധ്യാനം കൂടിയേ പറ്റൂ എന്ന് പറഞ്ഞു. ഞങ്ങളെ ഇവിടെ ധ്യാനത്തിനായിട്ട് പാല ഭരണങ്ങാനം അസീസിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു. സുരേഷച്ചൻ്റെ ധ്യാനം നടക്കുക. സുരേഷച്ചൻ ധ്യാനം നടന്നിരുന്ന് നല്ല കൊടുമ്പിരി വന്ന സമയത്ത് അച്ഛൻ്റെ ഒരു പരാമർശം എന്നെ ഭയങ്കരമായിട്ട് ചൊടിപ്പിച്ചു. അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, നിങ്ങളെപ്പോലുള്ള ദമ്പതികളാണ് ഉത്തരവാദിത്തമില്ലാത്ത ജന്മം നൽകുന്നത് കൊണ്ടാണ് തിരുസഭയിൽ മോശപ്പെട്ട വൈദികരുണ്ടാകുന്നത് എന്നിങ്ങനെ ഒരു പരാമർശം. എനിക്ക് അത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഞാൻ അച്ഛനോട് ചോദിച്ചു, നിങ്ങൾ 12 വർഷം പഠിച്ചിട്ട് നിങ്ങൾ ശരിയായ രീതിയിൽ ഞങ്ങളെ അത് പഠിപ്പിച്ചു തന്നിരുന്നെങ്കിൽ ഞങ്ങൾ നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയില്ലായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചു. അന്നേരം അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ചോദിച്ച ചോദ്യം ശരിയാണ്, ഞങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛനിങ്ങനെ വളരെ സാവകാശം ഒന്ന് നിന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു, നീ ഈ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഈശോയുടെ മുൻപിൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് കുന്തിരിക്കം പുകച്ച് ജ്ഞാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഈശോ നിന്നെ പഠിപ്പിക്കും, നിന്നെ ദൈവം ഉപയോഗിക്കട്ടെ, നിന്നെ ദൈവം പ്രയോജനപ്പെടുത്തട്ടെ, ഇങ്ങനെ ഒരു വാക്കും പറഞ്ഞു. ഞാൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഒരു 10-60 ദിവസം ഈ ധ്യാനത്തിൻ്റെ കെട്ട് തീരുന്നോടം വരെ ഞാൻ കുറച്ച് ദിവസം തിരികെത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പം ധ്യാനത്തിൻ്റെ കെട്ടും മട്ടും എല്ലാം അങ്ങ് മാറി ഞാൻ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് വന്നു. ഞാനും ജിജിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വിഷയങ്ങളുണ്ടാകും. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു 1-2 വർഷങ്ങൾ കൂടി അങ്ങനെ കടന്നുപോയി. പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുകയാണ്. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഞങ്ങളുടെ ജീവിതമാണ്. ഞാനെന്ന അഹങ്കാരിയായ ഒരു മനുഷ്യനെ ഒരു ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നു, എത്രമാത്രം കരുതുന്നു. നമ്മളെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിന്നെക്കുറിച്ചുള്ള പദ്ധതി മനസ്സിലുണ്ട്, അത് എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. ഞാൻ ഈ ബുദ്ധി കൊണ്ട് നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ നിങ്ങളോട് ഹൃദയം കൊണ്ട് സംസാരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് സമയം ഹൃദയം കൊണ്ട് അത് കേൾക്കുകയാണെങ്കിൽ ഈ രാത്രിയിൽ തമ്പുരാൻ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈശോയെക്കുറിച്ച് പല ചിന്തകൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും.
നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത പല കാര്യങ്ങളും ഉണ്ടാവും, പല സംശയങ്ങളുണ്ടാകും. അതിനെല്ലാം ഈ നിമിഷങ്ങളിൽ തമ്പുരാൻ മറുപടി തരുന്നു. ഞങ്ങൾ 3ാമത്തെ പ്രഗ്നൻസി പീരീഡിലാണ്. പെട്ടെന്ന് ജിജി കിച്ചണിൽ നിന്ന് ഒന്ന് തുമ്മി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ബ്ലീഡിങ് ആരംഭിക്കുക. ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ നിസ്സാര ബ്ലീഡിംഗ് അല്ല, വളരെ ശക്തമായിട്ടുള്ള ബ്ലീഡിങ്. പെട്ടെന്ന് ഞങ്ങളൊരു വണ്ടി വിളിച്ചു, കട്ടപ്പനയുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർമാർ വിശദമായിട്ട് പരിശോധനകളൊക്കെ നടത്തിയിട്ട് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, പെട്ടെന്ന് തന്നെ ഈ പ്രഗ്നൻസി നീക്കം ചെയ്യണം, കുഞ്ഞിനെ മാറ്റണം, അല്ലെങ്കിൽ അമ്മയുടെ മരണം വരെ സംഭവിക്കാം. പെട്ടെന്ന് ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല ഡോക്ടറെ, ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരുടെ ബ്ലഡ് കരുതിക്കും, നാളെ ഓപ്പറേഷനാ എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ്റെ സമയമായി. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, കുഞ്ഞിൻ്റെ പിന്നിലായിട്ട് ഒരു മുന്തിരിക്കൊല പോലെ ഒരു വളർച്ചയുണ്ടായിരുന്നു, അത് ഞങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വീണ്ടും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകാം. അന്നേരം പെട്ടെന്ന് ചാടി പറഞ്ഞു, എൻ്റെ ഡോക്ടറെ അത് വേണ്ട, റിസ്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഇപ്പം തന്നെ 2 കുഞ്ഞുങ്ങളുണ്ട്, അത് മതി, അത് കാരണം പ്രസവം നിർത്തുന്നതിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുക എന്ന് പറഞ്ഞു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സക്സസ് എന്ന് പറഞ്ഞ് ഇവരിറങ്ങി വന്നു. ഞാൻ പെട്ടെന്ന് ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുൻപിൽ ഒരു മാതാവിൻ്റെ രൂപം വെച്ചിട്ടുണ്ട്. ഈ മാതാവിൻ്റെ രൂപത്തിലേക്ക് ഞാൻ നോക്കിയപ്പം മാതാവ് കരയുന്നത് പോലെ എനിക്ക് തോന്നുക. ഞാൻ പെട്ടെന്ന് എനിക്കൊരു കുറ്റബോധം തോന്നി. ഞാൻ ഈ മാതാവിനോടായിട്ട് ഞാൻ പറഞ്ഞു, യേശു എൻ്റെ മാതാവേ എന്നോട് ക്ഷമിക്കണം, ഒരു കുഞ്ഞിനെ കളയുകയും ചെയ്തു, ഇനിയൊരു കുഞ്ഞിനെ വേണ്ടാന്ന് പറയുകയും ചെയ്തു, അത് മാതാവിന് വിഷമമായി പോയെങ്കിൽ. അന്നൊക്കെ ഞങ്ങളുടെ കടകളിലൊക്കെ ഒരു പെന്തക്കോസ്ത് വിഭാഗക്കാർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിരിവിന് വരും. അപ്പോൾ ഇത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു കുഞ്ഞിൻ്റെ ചിലവ് ഞാൻ വായിച്ചോളാം എൻ്റെ മാതാവേ എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. ഒരു വൈകുന്നേരം 6 മണിയായി, സമയമായി. 6 മണിയായി കഴിഞ്ഞപ്പം പെട്ടെന്ന് ജിജിക്ക് ബ്ലീഡിങ് ആരംഭിച്ചിട്ട് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിംഗ് ആണ്, ഞങ്ങളത് കാരണം ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാൻ പോവുക, നിങ്ങൾ കുറച്ചുകൂടെ ബ്ലഡ് കരുതണം. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് വിളിച്ചു പറഞ്ഞു, സുഹൃത്തുക്കൾ തങ്കമണിയിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആശുപത്രി നിറയെ ആൾക്കാർ വന്നു. ബി പോസിറ്റീവ് ബ്ലഡിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യൂ ആശുപത്രിയിൽ രൂപം കൊണ്ടു. അങ്ങനെ ബ്ലഡ് കയറുന്നു, ഒരു സൈഡിലൂടെ ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നു, മറു സൈഡിലൂടെ ഇത് പോയിക്കൊണ്ടിരിക്കുക, ഒരു രക്ഷയുമില്ല. അങ്ങനെ ഏകദേശം ആ രാത്രിയിൽ 42 യൂണിറ്റ് ബ്ലഡ് ഈ ജിജിയുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിപ്പോയി. ഒരു മാറ്റവുമില്ല. ഒരു 3 മണിയായി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ ഒരു ശാന്തത അനുഭവപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ റൂമിൽ വരെ പോവുക എന്ന് പറഞ്ഞ് ഡോക്ടർ ഒരു 3 മണി സമയത്ത് ഇറങ്ങി റൂമിലേക്ക് പോയി. പെട്ടെന്ന് ഈ ജിജിയെ ഞാനിങ്ങനെ പോയി നോക്കി. ജിജി ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ഈ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ താഴെ തന്നെ തറയിൽ അവിടെ ഇരുന്നു. ഞങ്ങളും ഒരു മയക്കത്തിലേക്ക് പോയി. ഒരു 15 മിനിറ്റ് പോലും കഴിഞ്ഞില്ല, പെട്ടെന്ന് ഒരു ഭയങ്കര ഒച്ചപ്പാട്, ബഹളം, സിസ്റ്റേഴ്സ് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ആകെപ്പാടെ ഭയങ്കര വിഷയം. ജിജി ഒന്ന് ചുമയ്ക്കുന്നു, ചുമയോടൊപ്പം വീണ്ടും ബ്ലീഡിങ് ആരംഭിച്ചു. പെട്ടെന്ന് ഈ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ പെട്ടെന്ന് വന്നിട്ട് എന്നോട് ഒരു പേപ്പറിൽ ഒപ്പിടാൻ പറഞ്ഞു. എന്നോട് അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, നീ വായിച്ച് നോക്കിയിട്ട് ഈ പേപ്പറിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇതിനി വായിച്ച് നോക്കാൻ തന്നെ ഇരിക്കുന്നത്, 2 ഓപ്പറേഷൻ കഴിഞ്ഞ് രാവിലെയും വൈകിട്ടും ഗുളിക കൊടുക്കുന്ന പോലെ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്തു, 3ാമത് വീണ്ടും ഓപ്പൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ ആൾ മരിക്കുമെന്നല്ലേ അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ, നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. എന്തോ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ അങ്ങ് പറഞ്ഞു. എൻ്റെ തോളിൽ ഇങ്ങനെ ഒന്ന് തട്ടിയിട്ട് ഡോക്ടർ പോയി. ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ മാതാവിൻ്റെ രൂപത്തിലേക്ക് വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പോൾ മാതാവ് കരയുന്നതായിട്ട് എനിക്ക് തോന്നുക. പെട്ടെന്ന് ഞാൻ ഒരു നേർച്ചയായിട്ട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ വേളാങ്കണ്ണിയിലൊക്കെ ഇങ്ങനെ ഈ നമ്മുടെ ഒരു കാര്യസാധ്യം കഴിയുമ്പം സ്വർണ്ണമാലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് ഞാനിങ്ങനെ പോയി കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ 1 പവൻ്റെ മാല ഞാൻ മാതാവിന് സമ്മാനിച്ചേക്കാം എന്ന് ഞാനിങ്ങനെ എൻ്റെ അന്നത്തെ ബുദ്ധിക്ക് ഞാനിങ്ങനെ പറഞ്ഞു.
പെട്ടെന്ന് ഞാനിങ്ങനെ ഒരു കുഞ്ഞിന് ഒരു മയക്കത്തിലേക്ക് പോയ ഒരു സമയത്ത് ഒരു സംഭവം ഇങ്ങനെ എന്നെ കാണിച്ച് തരിക. ഒരു ട്യൂബ് പോലത്തെ ഒരു സംഗതിയുടെ മണ്ടയിൽ ഒരു ക്ലിപ്പ് പോലെ ഒരു സംഭവം ഇടുന്നതായിട്ട് ഇങ്ങനെ കാണിച്ചു. പെട്ടെന്ന് ഡോക്ടർ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു വെയിൻ കട്ടായിരുന്നു, അത് ഞങ്ങൾ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്, ഇനി കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ശാന്തമായി. ഡോക്ടർ പറഞ്ഞു ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. സമയം അങ്ങനെ മുന്നോട്ട് പോയി. ഒരു 5 മണിയൊക്കെ സമയത്ത് ഞാൻ വീണ്ടും കയറി ഓപ്പറേഷൻ ഈ ജിജിയെ കിടത്തിരിക്കുന്ന ICUവിൽ കയറി നോക്കി. ജിജി ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണി 7 മണി സമയത്ത് ഞാൻ എല്ലാ ദിവസവും ജിജിയുടെ നെറ്റിയിൽ കുരിശ് വരച്ച് ഉമ്മ കൊടുക്കാറുണ്ട്. അത് കാരണം ഞാനിങ്ങനെ കുരിശ് വരയ്ക്കാൻ വേണ്ടിയിട്ട് കയറി ചെന്ന് കഴിഞ്ഞപ്പം എൻ്റെ കയ്യിലോട്ട് അപ്പം ജിജിക്ക് ബോധം വീണു. ജിജി ഇങ്ങനെ കയ്യിലോട്ട് ചാടി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഷായിച്ച ഞാൻ മരിച്ചു പോകും, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഒന്ന് കാണണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കത്തില്ല, നമ്മളിവിടെ വന്നതുപോലെ തന്നെ നമ്മൾ ഇറങ്ങിപ്പോകും, ഒരു കുഴപ്പവും വരികയില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ തലയിൽ ഒക്കെ തൂത്ത് ഞാൻ ശാന്തമായിട്ട് ഒന്ന് മയങ്ങനായിട്ട് കണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോന്നു. ഇറങ്ങി വന്ന് ഞാൻ ക്യാൻറ്റീനിൽ പോയി കാപ്പി കുടിച്ചുകൊണ്ടിരുന്നപ്പം ഡോക്ടർ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സുഹൃത്ത് ഓടി വന്നു. ഞാൻ വരുന്ന സമയത്ത് ഞാൻ കാണുന്ന ഒരു കാര്യം, എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഓർത്ത് നോക്കണം. ഒരു ഹോസ്പിറ്റലിൻ്റെ 2ാം നിലയിൽ നിന്ന് ഈ രോഗിയെ, രാവിലെ ഓപ്പറേഷൻ ചെയ്തയാളെ നമ്മളീ നടക്കുമ്പം തെന്നി വീഴാതിരിക്കാൻ വേണ്ടിയുള്ള സ്റ്റെപ്പുകളുള്ള അതിലൂടെ സ്ട്രക്ചറിൽ തള്ളിക്കൊണ്ട് പോവുകയാണ്. കടകടകടാന്ന് ഇതിങ്ങനെ പോവുക. ഈ സമയത്ത് ജിജി ഇങ്ങനെ വാവിട്ട് കരയുന്നുണ്ട്, ബ്ലഡ് ഇങ്ങനെ പൊങ്ങിത്തെറിക്കുന്നു. ഈ ധരിച്ചിരുന്ന വസ്ത്രം മുഴുവനും പുതപ്പെല്ലാം ഇങ്ങനെ ബ്ലഡിൽ കുളിച്ച് കിടക്കുക. പെട്ടെന്ന് ഇവർ വെന്റിലേറ്റർ സൗകര്യമില്ല ഇതിൻ്റെ അകത്ത്. അത് കാരണം വെന്റിലേറ്റർ സൗകര്യമുള്ള ICU താഴത്തെ നിലയിലാണ്, അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഭാഗമാണ് ഈ കാണുന്നത്. ഇവരെ ഓടിച്ചു കൊണ്ടുപോയി ഈ ICUവിനകത്ത് കയറ്റി വെന്റിലേറ്ററിൽ ഘടിപ്പിച്ചു. ജിജി മരണത്തോട് മല്ലടിക്കുക. ഈ സമയത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുണ്ടായിരുന്ന ആൾക്കാർ തങ്കമണി എൻ്റെ ഗ്രാമത്തിലേക്ക് വിളിച്ചു പറഞ്ഞു. അവിടുന്ന് കൂട്ടമായിട്ട് ജനങ്ങൾ വന്നു. ആശുപത്രിക്കാരുടെ മിസ്റ്റേക്കാണെന്നും പറഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് ഭയങ്കര ബഹളമായി, പ്രശ്നങ്ങളായി. എൻ്റെ സഹോദരങ്ങളെല്ലാം ഉണ്ട്, ആകെപ്പാടെ വിഷയം. ഞാനിവരുടെ കാലേ കയ്യെ പിടിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ഇത് എൻ്റെ ജീവിത പങ്കാളിക്ക് ഇപ്പോഴും ജീവനുണ്ട്, നിങ്ങൾ ഉപദ്രവിക്കരുത്, നിങ്ങളെ ശാന്തമാകുക. ഇപ്പോഴും ഈ ഡോക്ടർമാർ ഇനി നോക്കിയില്ലെങ്കിൽ നമുക്കിവിടെ ജീവനോടെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഒരു ഉദയത്തിൽ ഇവർ ശാന്തമായി കഴിഞ്ഞ് ഇങ്ങനെ 1-2 ദിവസം കൂടെ മുന്നോട്ട് ഇങ്ങനെ പോകുന്നു. യാതൊരു മാറ്റവും ഇല്ലാതെ 4-5 ദിവസങ്ങൾ കൂടി കടന്നുപോയി. ആ സമയത്ത് ഞങ്ങളുടെ ഇടവകയിൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. അതുവരെ പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. പക്ഷേ അവർ അന്ന് ഈ ചാപ്പലിലെ ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്നിരുന്ന് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് ഇവർ ആരാധന തുടങ്ങി. ഈ ആരാധനയുടെ സമയത്ത് ഞാനും പോയി ആരാധനയ്ക്കിരിക്കും. ഈ ആരാധനയ്ക്കിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ഒരു വചനം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങ് വരിക. ഹെബ്രയർ 11 എന്ന ഇങ്ങനെ എനിക്ക് മനസ്സിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ആരോ പറയുന്നത് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഞാനത് വായിക്കുക. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. എന്നിട്ട് അതിൻ്റെ താഴോട്ട് ഞാനിങ്ങനെ വായിച്ചു. വീണ്ടും എനിക്കൊരു പെട്ടെന്ന് ഇതിൻ്റെ 6ാം തിരുവചനം എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് പതിഞ്ഞു. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. ഇങ്ങനെ ഈ വചനങ്ങൾ ഇങ്ങനെ കേട്ട് ഞാനിങ്ങനെ വായിച്ച് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് എൻ്റെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, അതായത് അമൃത ഹോസ്പിറ്റലിലേക്ക് ഇയാളെ മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ എൻ്റെ സഹോദരങ്ങൾ ചെയ്തു. അപ്പോൾ അതിനുള്ള ക്രമീകരണമെന്ന് പറയുന്നത് ഇതാണ്: ഇവിടുന്ന് വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു ആംബുലൻസ് അവിടെ എത്തണം. അപ്പോൾ ആ ആംബുലൻസ് അവിടെ വരണമെങ്കിൽ 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. അതിന് ആൾക്കാർ തയ്യാറാണ്. ആൾക്കാർ പെട്ടെന്ന് അതിന് പണം കെട്ടാൻ തയ്യാറായി. അപ്പം എന്നെ ഈ ഡോക്ടർ, ഇവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ എന്നെ റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് ഒരു ഫോൺ എൻ്റെ കയ്യിലേക്ക് തന്നു, റിസീവർ എൻ്റെ കയ്യിലേക്ക് തന്നു. അപ്പോൾ റിസീവറിൻ്റെ അറ്റത്ത് ഞാൻ ജർമ്മനിയിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹത്തെ ഇപ്പം കിടത്തിയിരിക്കുന്ന വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഈ ആംബുലൻസിലെ വെന്റിലേറ്ററിൽ മാറ്റുന്ന ആ സമയം കൊണ്ട് രോഗി മരിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ വലിയ റിസ്ക് എടുക്കാൻ പോകരുത്.
ഇപ്പം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഈ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറോട് എനിക്ക് പറയാൻ എനിക്കൊരു ധൈര്യം തോന്നുക. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്, ഡോക്ടറിലും എനിക്ക് വിശ്വാസമുണ്ട്. ഡോക്ടർ തന്നെ എൻ്റെ ഭാര്യയെ ചികിത്സിച്ചാൽ മതി, എങ്ങും കൊണ്ടുപോകുന്നില്ല, ആര് പറഞ്ഞാലും ഡോക്ടർ കേൾക്കുകയും വേണ്ട എന്നിങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് ഈ ഡോക്ടർ എന്നോട് എൻ്റെ തോളത്തിങ്ങനെ തട്ടിയിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ ഒരു രോഗിയല്ല ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ എൻ്റെ മോളെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഈ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അത് കേട്ടു. എൻ്റെ സഹോദരങ്ങളൊക്കെ ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചു. ഞാനിങ്ങനെ ഹോസ്പിറ്റലിൻ്റെ ചാപ്പലിൽ പോയിരിക്കുക. ഈ ചാപ്പലിൽ പോയിരുന്നിട്ട് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് ഈശോയോട് ചോദിക്കുക. ഞാൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ല, ഞാൻ യുക്തിവാദി ആയിട്ട് നടന്ന സമയത്ത് ഞാൻ ആൾക്കാരോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട മനുഷ്യനെ ഇത്ര കഷ്ടതകൾ ദൈവം അനുവദിച്ചു കൊടുക്കുന്നത്? ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇത്രമാത്രം സഹനം കൊടുക്കാൻ ഈ നിർദോഷികളായിട്ടുള്ള മനുഷ്യർ എന്ത് ചെയ്തിട്ടാണ്? അങ്ങനെയാണെങ്കിൽ ദൈവം ഭയങ്കര ക്രൂരനല്ലേ? ഇങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമായിരുന്നു. അപ്പം പെട്ടെന്ന് ഞാൻ തിരുവചന ഭാഗം തുറന്ന സമയത്ത് എനിക്കൊരു തിരുവചനം എൻ്റെ തമ്പുരാൻ എനിക്ക് തരിക: എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളത്? എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. നോക്ക്, എത്രയോ ധ്യാനം കൂടി. ഈ ധ്യാനം കൂടുമ്പോഴൊക്കെ വൈദികരിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, സഹനമെന്ന് പറയുന്നത് ദൈവം തരുന്ന ദാനമാണ്, നമ്മളതിന് സ്നേഹത്തോടെ സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പം എനിക്കത് വശം. പക്ഷേ എൻ്റെ ഒരു സാഹചര്യത്തിൽ ഈ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കത് പൂർണ്ണ വിശ്വാസമായി. സഹനം ഈശോ നമ്മളെ ഒരു ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്നുള്ള ഒരു ബോധ്യം അന്ന് എനിക്കുണ്ടായി. ഞാൻ ശാന്തമായിട്ട് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ചാപ്പലിൽ വന്നിരുന്ന് ഈ ദിവികാരന് എഴുന്നള്ളിച്ച് വെച്ച് രാത്രിയും പകലും ഒരുപോലെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. എനിക്കറിയാവുന്നവരും അറിയാൻ മേലാത്തവരുമായിട്ടുള്ള നിരവധി ആൾക്കാർ ദിവികാരൻ്റെ സന്നിധിയിൽ വരുന്ന കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങൾ തങ്കമണി എന്ന് കേട്ടിട്ടുണ്ടല്ലോ. തങ്കമണി എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യരും ചോദിക്കുന്നത് തങ്കമണി സംഭവമല്ലേ എന്ന് ചോദിക്കും. ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലാണ് ചോദിക്കുന്നത്. പക്ഷേ അന്ന് തങ്കമണിയിൽ ഞങ്ങൾ വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ആ 2 വർഷം കൊണ്ട് ഈ തങ്കമണിയിൽ നിന്ന് ഈ വിഷയം ഉണ്ടായിരുന്ന സമയത്ത് വീടാന്തരം കയറി ഇറങ്ങി അവിടുത്തെ യുവജനങ്ങൾ 100ഓളം വ്യക്തികളെ അവിടെ കൊണ്ടുവന്ന് ക്യൂ നിർത്തി B+ ബ്ലഡിന് വേണ്ടിയിട്ട് ക്രോസ് മാച്ച് ചെയ്തു നോക്കി. അത് ഒന്ന്. ഞങ്ങൾ പാവപ്പെട്ട ഒരു കുടുംബമായിരുന്നു. 3500 രൂപ ജിജിയുടെ ഒരു മാല പണയം വെച്ചിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഈ ഹോസ്പിറ്റലിലേക്ക് പോയ ഞങ്ങൾ ജിജിക്ക് ഇതുപോലെ വിഷയങ്ങളുണ്ടായി, ഇതുപോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ ഹോസ്പിറ്റലിൽ നിന്ന് മരുന്നിങ്ങനെ കുറിച്ചിട്ട് എപ്പോഴും ചോദിക്കും, ജിജിയുടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു 10 കൈകളെങ്കിലും ആ സമയത്ത് നീളും. മരുന്ന് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മനുഷ്യർ വാശി പിടിച്ച് നിൽക്കുന്നതായിട്ട് ഞങ്ങൾ കാണാൻ സാധിച്ചു. പറയാം, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ? ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങളെല്ലാം ഈശോ ക്രമീകരിക്കും. ആൾക്കാരെ അവിടെ ക്യൂ നിർത്തി, ആൾക്കാർ പണം കൊണ്ട് വന്ന ആൾക്കാർ ഞങ്ങളുടെ കയ്യിൽ പണം തന്നിട്ട് പോയി. എന്നിട്ട് ഫോൺ നമ്പർ എഴുതി എൻ്റെ പോക്കറ്റിലിട്ട് പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ ഞങ്ങളെ വിളിക്കണം, ഏത് സമയത്തും ഞങ്ങളെ വിളിച്ചാലും ഞങ്ങൾ എത്തും, എന്തിനും ഞങ്ങൾ തയ്യാറായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ പണം തന്ന് സഹായിച്ചു. അതുപോലെ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ആൾക്കാർ ചാപ്പലിൽ വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അന്ന് ദൈവത്തിൻ്റെ മറ്റൊരു മുഖം ഞാൻ കാണുകയായിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഒരു പെട്ടെന്നൊരു സ്വരം എനിക്ക് ആദ്യമായിട്ട് കേൾക്കുക. എനിക്ക് ആ സ്വരമെന്ന് പറയുമ്പം തന്നെ എൻ്റെ ചങ്കിൻ്റെ അകത്ത് ഇപ്പോഴും ഒരു ഇടിപ്പാണ്. എന്നറിയോ, ഒരു ഇടിമുഴക്കം പോലെയുള്ള ഒരു സ്വരം, ഭൂമി കുലുങ്ങുന്നതായിട്ട് എനിക്ക് തോന്നി.
ഒരു സ്വരം വന്നിട്ട് നീ ഒന്ന് പോയി കുമ്പസാരിക്ക് എന്ന് പറയുക. ഞാൻ പെട്ടെന്ന് എൻ്റെ വാച്ചിലേക്ക് ഞാൻ നോക്കി, 2:30 മണി സമയമാണ്, വെളുപ്പിന് 2:30 മണി സമയം. പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ സന്തോഷം എന്ന് പറയുന്ന ഒരു സുഹൃത്ത് എൻ്റെ സൈഡിലിരുന്ന് ഉറങ്ങുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഈ സന്തോഷിനെ ഞാനിങ്ങനെ തോണ്ടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, സന്തോഷം എനിക്കൊന്ന് കുമ്പസാരിക്കണം. പെട്ടെന്ന് സന്തോഷം ഈ വാച്ചിലേക്ക് നോക്കിയിട്ട്, ഷായിച്ച എവിടെയാണ് ഇപ്പോൾ കുമ്പസാരം? 2:30 മണി സമയമാണ്, ഇപ്പോൾ എവിടെയാണ് കുമ്പസാരം എന്ന് ചോദിച്ചു. പെട്ടെന്ന് എനിക്കൊരു പേരിങ്ങനെ മനസ്സിലാക്കി, പോർസിംഗുല. അപ്പം ഞങ്ങൾ കട്ടപ്പനയിൽ പോർസിംഗുല ആശ്രമം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ആശ്രമമുണ്ട്. ഇതിൻ്റെ ബോർഡ് ഞാൻ പറഞ്ഞു നമുക്ക് പോർസിംഗുലയിൽ പോകാം. പെട്ടെന്ന് ഓട്ടോ എടുത്തു, ഞങ്ങൾ ഈ പോർസിംഗുല ആശ്രമത്തിലേക്ക് പോയി. ഗേറ്റ് മെല്ലെ തുറന്നു. ഈ വൈദികൻ്റെ റൂമിലേക്ക് പോയിട്ട് ഈ കതകയിൽ ഇങ്ങനെ മുട്ടി. പെട്ടെന്ന് ജനൽ തുറന്നിട്ട് കൈലുമുണ്ടുമൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഏറ്റു വന്ന് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പോൾ അച്ഛനാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്കൊന്ന് കുമ്പസാരിക്കണം എന്ന് പറഞ്ഞു. വിട്ടുപോടാന്ന് പറഞ്ഞു. ഈ രാത്രി കുമ്പസാരിക്കാൻ വന്നേക്കുന്നു. അച്ഛനോർത്ത് എന്നാന്നറിയോ, തൊട്ടടുത്ത് ഈ മാനസികത്തിന് പ്രശ്നങ്ങളുള്ള ആൾക്കാരെ അവിടെ താമസിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് ആരെങ്കിലും ചാടി വന്നതായിരിക്കും എന്ന് അച്ഛനോർത്തെ. അച്ഛൻ പറഞ്ഞു വിട്ടുപൊക്കോളാൻ പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു, അച്ഛാ അങ്ങനെയല്ല, ഞാൻ ആകെപ്പാടെ വലിയ ബുദ്ധിമുട്ടിലാണ്. എൻ്റെ ജീവിത പങ്കാളി ഏത് സമയത്തും മരിക്കും, വെന്റിലേറ്ററിലാണ്. അത് കാരണം അവൾ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് ശക്തമായ പ്രേരണ കിട്ടിയിരിക്കുക. എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കാവോ? ഒരു രക്ഷയുമില്ല, ഇവിടെ 6 മണിക്ക് ഇവിടെ കുമ്പസാരമുണ്ട്, വിട്ടുപൊക്കോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അച്ഛനോട് ഞാനിങ്ങനെ താഴ്ന്ന സ്വരത്തിൽ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ ഈ ഗേറ്റിന് പുറത്ത് കാണും, ഈശോ പറയുവാണെങ്കിൽ അച്ഛൻ എന്നെ ഒന്ന് കുമ്പസാരിപ്പിക്കണം. ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ ഗേറ്റിൻ്റെ പുറത്ത് പോയി നിന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണും, ലൈറ്റുകളെല്ലാം ഓണായി. അച്ഛൻ കതവ് തുറന്നിറങ്ങി വന്നിട്ട് കയറി വാ മോനെ എന്ന് പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, അതിനു മുൻപ് ഞാൻ പലതവണ ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ദമ്പതി ധ്യാനമാണ് ഏറ്റവും കൂടിയിട്ടുള്ളത്. ഈ ദമ്പതി ധ്യാനം കൂടുമ്പം ഒരു നിബന്ധനയുണ്ട്, 2 പേരും ഒരച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ അന്നേരം ഞാൻ പറയും, ഇനി അതിൻ്റെ കുഴപ്പം കൂടിയേ ഉള്ളൂ. എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം എൻ്റെ പങ്കാളി കുമ്പസാരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വല്ലതും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പണി പാളും. അത് കാരണം ഞാൻ വളരെ മിതത്തിലുള്ള ഒരു കുമ്പസാരം മാത്രമേ അന്ന് വരെ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അച്ഛനിങ്ങനെ ഒരു കസേരയിലേക്ക് ഇരുന്നു. ഞാൻ ഈ അച്ഛൻ്റെ മുൻപിലേക്ക് മുട്ടുകുത്തിയിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, തൻ്റെ ജീവിത പങ്കാളി സ്നേഹിച്ചു തുടങ്ങുന്ന ഒരു ഒരു 4 വർഷമേ ആയിട്ടുള്ളൂ. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങുവാണെങ്കിൽ നമ്മൾ എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി കുമ്പസാരിക്കും. ഞാൻ ആ അച്ഛൻ്റെ കാലിലേക്ക് ഞാൻ കെട്ടിപ്പിടിച്ച് ഞാൻ അങ്ങ് കിടന്നു. എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മുഴുവനും ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ തുറന്നു വെച്ചു. അച്ഛൻ ശാന്തമായിട്ട് അച്ഛൻ എന്നെ ഇങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. ഞാൻ ചെയ്യാൻ സാധ്യതയുണ്ടായിരുന്ന പാപങ്ങളും കൂടെ ഞാനിങ്ങനെ പറഞ്ഞു. അച്ഛൻ എന്നെ ഇവിടുന്ന് ഇങ്ങനെ വാരി ഇങ്ങോട്ട് എടുക്കുകയാണ്. ഇങ്ങോട്ട് മാറോട് ചേർത്ത് പിടിച്ചിട്ട് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മോൻ്റെ ജീവിത പങ്കാളിക്ക് ഒന്നും സംഭവിക്കത്തില്ല. മോൻ ചാപ്പലിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. ഈ പ്രഭാതത്തിലെ കുർബാന ഞാൻ അവൾക്ക് വേണ്ടി ഞാൻ അർപ്പിക്കും എന്ന് പറഞ്ഞു. അതോടുകൂടി അച്ഛന്മാരുമായിട്ടുണ്ടായിരുന്ന എൻ്റെ സകല വിഷയങ്ങളും ഈശോ മാറ്റി തന്നെന്നുള്ളതാണ്. ഞാൻ പറയാം, ഇന്ന് നമ്മളുടെ സഭയിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു സംഭവമാണ് കുമ്പസാരം. നല്ലൊരു കുമ്പസാരം കഴിഞ്ഞ് ഞാൻ ചാപ്പലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവിച്ചത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇന്നും ഞാനത് പറയുമ്പം എനിക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഹൃദയപൂർവ്വം നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷങ്ങൾ അത്ഭുതങ്ങൾ നടക്കും. അടയാളങ്ങൾ തമ്പുരാൻ ഈ രാത്രിയിൽ ഇവിടെ നടത്തിത്തരും. ഇങ്ങനെ ഞാനവിടെ പോയിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, 8ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ബയോളജി ടീച്ചർ ഒരു പാഠഭാഗം ഇങ്ങനെ കാണിച്ച്, ആന്തരികാവയവങ്ങളുടെ പടം ഇങ്ങനെ കാണിച്ചിട്ട് കാര്യങ്ങളിങ്ങനെ വിശദീകരിക്കുന്നതായിട്ട് ഞാനൊരു ദർശനം കാണുക. പെട്ടെന്ന് ഈ തള്ളവിരൽ കൊണ്ട് ശ്വാസകോശത്തിൻ്റെ സൈഡിൽ ഇങ്ങനെയൊന്ന് മാറ്റുന്നതായിട്ടൊരു ദർശനം. പെട്ടെന്ന് ഈ പോയിൻ്റ് ചെയ്യുന്ന ബ്രഷ് ഉണ്ടല്ലോ, കരണ്ടി എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ, ഈ മേസ്ത്രിമാർ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ ഒരു ഉപകരണം വെച്ച്
ഈ പെയിൻറ്റിങ്ങുകാർ കളർ കൂട്ടുകൾ ഉപയോഗിക്കുന്ന ഒരു പാത്രമുണ്ടല്ലോ, ആ പാത്രത്തിൽ നിന്ന് എന്തോ ഒന്ന് ഇങ്ങനെ തോണ്ടിയെടുത്തിട്ട് ഈ ശ്വാസകോശത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒന്ന് സ്പർശിച്ചു. പെട്ടെന്ന് ദർശനം നിന്നു. പെട്ടെന്നൊരു സ്വരം, ഞാൻ ആദ്യം കേട്ടതുപോലത്തെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു സ്വരം ഇങ്ങ് വരിക, ഇത് പോയി ഡോക്ടറോട് പറ. പെട്ടെന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ബോധം വേണ പോലെ ഞാൻ ഈശോയാണെന്ന് ഓർത്ത് ഞാൻ ഈശോയോട് ഞാനിങ്ങനെ പറയുക, ഈശോയെ, ഞാൻ പറഞ്ഞാൽ ഡോക്ടർമാർ വിശ്വസിക്കുമോ? നീ പോയി പറ. ഇങ്ങനെയൊരു ഗാംഭീര്യമുള്ള ഒരു സ്വരം. ഞാൻ പെട്ടെന്ന് അപ്പോൾ എനിക്ക് എന്നാ ഈശോ ഇങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അന്നേരം തിരുവചനം ഞാൻ തുറന്നു നോക്കും. അങ്ങനെ തിരുവചനം തുറന്നപ്പം കിട്ടുന്ന ഒരു ഭാഗമാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. ഞാൻ ഒറ്റ ഓട്ടമാണ്. ഞാൻ ചെന്ന് ഈ ഐസുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഇവളെ ചികിത്സിച്ചിട്ടിരിക്കുന്ന ഡോക്ടർ കതവ് തുറന്നിറങ്ങി വരുന്നു. എൻ്റെ ഈ ഓട്ടവും ഭയവും ഒക്കെ കണ്ടിട്ട് ഡോക്ടർ എന്നോട് ചോദിച്ചു, എന്നാ മോനെ എന്ന് ചോദിച്ചു. ഞാനന്നേരം ആ സമയത്ത് ഡോക്ടർമാർ അവിടെ കാണേണ്ട കാര്യമല്ലോ. ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്നാ ഇവിടെ? നേരം ഡോക്ടർ എന്നോട് പറയുക, അതെ, സിസ്റ്റർമാർ വിളിച്ചിട്ട് വന്ന ആകെപ്പാടെ ഭയങ്കര സീരിയസ് ആണ്. ഞാൻ കുറേ നേരമായിട്ട് ഞാനിങ്ങനെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, സാരമില്ല, നമുക്ക് നോക്കാം. ഞാൻ പെട്ടെന്ന് ഈ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഇവരുടെ ശ്വാസകോശത്തിന് എന്തോ മുറിവ് സംഭവിച്ചിട്ടുണ്ട്, ഡോക്ടർ ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ഈ ഡോക്ടർ എന്നോട് ചോദിക്കുക, മോനിപ്പോൾ എന്നാ പറഞ്ഞതെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ കയറി ഇങ്ങ് പിടിച്ചു. മോനിപ്പോൾ എന്നാ പറഞ്ഞതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഇവരുടെ ശ്വാസകോശത്തിന് എന്തോ മുറിവ് സംഭവിച്ചിട്ടുണ്ടെന്ന് ഈശോ കാണിച്ചു തരുന്നുണ്ട്, ഡോക്ടർ ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു. ഈ ഡോക്ടർ എന്നോട് പറഞ്ഞു, മോൻ ചാപ്പലിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു, ഞാനൊന്ന് നോക്കട്ടെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ കഥ അങ്ങടച്ചു. പിന്നെ അവിടെ നടന്ന സംഭവങ്ങൾ എന്നാന്ന് നമുക്കറിയത്തില്ല, എനിക്കറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉപകരണങ്ങൾ നീങ്ങുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, പുറത്തുനിന്ന് ഡോക്ടർമാർ ഓടി വരുന്നു. ഞാൻ ആ ഭിത്തി വഴി ഊർന്ന് ഞാൻ ആ തറയിലേക്കിരുന്നു. ഞാൻ തീർച്ചപ്പെടുത്തി ജിജി മരിച്ചു. എനിക്കിത് കേൾക്കാനുള്ള ശക്തി ആ നിമിഷം ഇല്ല. ഞാൻ ഒരൊറ്റ ഓട്ടമാണ്. ഞാൻ ഈ ആശുപത്രി ചാപ്പലിലേക്ക് ഞാൻ ഓടി. ഞാൻ പോയി പാത്തിരിക്കുന്ന പോലെ ഞാൻ ഇരിക്കുക. ഇരുണ്ട ഒരു സ്ഥലത്ത് ഞാൻ പോയിരിക്കുക. ജിജി മരിച്ചെന്ന് കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. ഞാനവിടെ പോയി ഇരുന്നു. അവിടെ ഇരുന്നു ഉറങ്ങി. ഒരു അനക്കവും ഇല്ല. ഒരു 5 മണി സമയം ആയി കാണും. അതിൻ്റെ ഇടയ്ക്ക് എന്നാ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. അത് ജിജി നിങ്ങളോട് സംസാരിക്കും. നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ജിജിയെ ഇങ്ങോട്ട് വിളിക്കാം. ഈശോയെ, ഇപ്പം ജീവനോടെ ഇരിക്കാൻ ദൈവം അനുവദിച്ചു. ഞങ്ങൾക്ക് ദാനമായി തന്ന 2 മക്കളോടും എനിക്ക് ഇണയായി തന്ന എൻ്റെ ഭർത്താവിനോടും ഒപ്പം ഒരിക്കൽ കൂടി അങ്ങയെ മഹത്വപ്പെടുത്തി ഈ ലോകത്തിൽ ജീവിക്കാൻ ഒരവസരം കൂടെ ദൈവം എനിക്ക് തന്നു. ശരിക്കും ഈ കൂട്ടായ്മയോട് ചേർന്ന് ഞാൻ ദൈവത്തിന് ഈ സമയം നന്ദി പറയുകയാണ്. ഷാജൻ പറഞ്ഞ പോലെ തന്നെ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 3-4 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ദമ്പതിയാനം കൂടുകയും അതിൽ നിന്ന് ഒത്തിരിയേറെ ബോധ്യങ്ങളൊക്കെ കിട്ടി, കുടുംബജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളൊക്കെ. പക്ഷേ പല കാര്യങ്ങളും ഞങ്ങൾ അനുവർത്തിക്കാൻ നോക്കി. കുറേയൊക്കെ നടന്നു, കുറേയൊക്കെ നടക്കാതെ പോയി. പക്ഷേ അതിൽ ഞങ്ങൾ അനുവർത്തിച്ച് പോകുന്ന ഒരു കാര്യമായിരുന്നു ഈ നെറ്റിയാൽ പരസ്പരം കുരിശ് വരിക്കുകയും സ്നേഹചുംബനം കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യം. ശരിക്കും അതെൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ആ ആശുപത്രി കിടക്കയിൽ ആ രോഗത്തിൻ്റെ നടുക്ക് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു പോയ സമയത്ത് എനിക്ക് ഇനിയും ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റും, എനിക്കൊരു ജീവിതം ഉണ്ട്, ഒരു പ്രതീക്ഷ തന്നത് ഷാജന് ICUവിലൊക്കെ കയറി വന്ന് നെറ്റിയെ കുരിശ് വരിക്കുകയും ഉമ്മ തരികയും ചെയ്യുമ്പോൾ എനിക്ക് വീണ്ടും പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ ഇല്ലാത്ത സമയത്ത് പോലും. കാരണം ഞാനിത് അറിയുന്നുണ്ട്, പുറത്തുനിന്ന് നോക്കുമ്പോൾ മരിച്ച പോലെ ഞാൻ കിടക്കുകയാണെങ്കിലും ഉള്ളിൽ നല്ല ബോധം ഉണ്ടായിരുന്നു. ശരിക്കും സിസ്റ്റർമാർ പറയുകയായിരുന്നു, അപൂർവം ചില രോഗികൾ നല്ല ബോധമുള്ളവരായിരിക്കും, ഉള്ളിൽ കോൺഷ്യസ് ആയിരിക്കുമെന്ന്. അവർക്ക് പുറത്ത് പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത്, സംസാരിക്കുന്നതെല്ലാം മനസ്സിലാകും.
ആൾക്കാരെ ബോധ്യപ്പെടും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം ഷായച്ചൻ വന്ന് ഈ നെറ്റിയെ കുരിശ് വരിക്കുമ്പം എനിക്ക് നല്ല പ്രതീക്ഷയാണ്. അതുകൊണ്ട് തന്നെ നല്ല ധൈര്യമാണ്. മരിച്ചു പോകുന്ന ഒരിക്കൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു ധൈര്യമായിരുന്നു, ഭയങ്കര ധൈര്യമായിരുന്നു. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു ഘട്ടത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു സമയം വന്നു. കാരണം ഒന്നും കേൾക്കുന്നില്ല, ആരുടെയോ ഒരു അനക്കമില്ല, ആകെ മൊത്തം ഒരു പേടിപ്പിക്കുന്ന ഒരവസ്ഥ എന്ന് വെച്ചാൽ ഒരു ശൂന്യത ഭയങ്കരമായിട്ട്. നമുക്കറിയത്തില്ല എങ്ങനെയാണിത് മരിക്കുക. അന്ന് ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് വിചാരിക്കുന്നത് ഞാൻ മരിച്ചു പോകുമെന്ന് വിചാരിക്കുന്നത്. എനിക്കിനി എൻ്റെ കുഞ്ഞുങ്ങളെയോ ഷായച്ചനെയോ ഒന്നും കാണാൻ പറ്റത്തില്ല. കാരണം ഷായച്ചൻ വരുന്നതോ നെറ്റിയെ കുരിശ് വരിക്കുന്നതോ ഒന്നും എനിക്ക് അനുഭവപ്പെടുന്നില്ല. ആര് സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നില്ല. മൊത്തം ഒരു ശൂന്യതയും ഒരു മരവിപ്പും മാത്രം, തീവ്രമായിട്ടുള്ള വേദനയും. ഇതാണോ മരണം, ഇതാണോ മരിക്കാൻ പോകുന്നത്, ഇതൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു. അന്നേരം നമ്മളെ കുഞ്ഞുനാളിലൊക്കെ അമ്മച്ചിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ ഈശോ മറിയ ഔസേപ്പെ ചെല്ലുമെന്ന്. അപ്പോൾ അത് ഞാൻ 3 തവണ ഈശോ മറിയ ഔസേപ്പെ എൻ്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ എന്നുള്ള പ്രാർത്ഥന ഞാൻ ആ മരണക്കിടക്കയിൽ കിടന്ന് ചൊല്ലി. ഈ ഭയങ്കരമായിട്ട് നമുക്ക് ശ്വാസം മുട്ടുന്നത് കൊണ്ട് ദേഹം മുഴുവൻ ഭയങ്കരമായ വേദനയാണ്, ശ്വാസം ഒട്ടും എടുക്കത്തില്ല. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, അത് കഴിഞ്ഞുള്ള ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു ശ്വാസത്തിന് ഇത്രയധികം വിലയുണ്ടോ, ഇത്രയധികം ഒരു വിലയാണോ? കാരണം നമുക്ക് ഒരു ശ്വാസം നമ്മൾ ആരും അറിയുന്നില്ല. ഒരു ശ്വാസം ജീവിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൻ്റെ വില അറിയുന്നില്ല. പക്ഷേ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് ജീവിതത്തിൻ്റെ മാധുര്യവും കുറച്ചും കൂടെ നന്നായിട്ട് ജീവിക്കാമായിരുന്നു എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ആ സമയത്ത്, ഇതുപോലെ വേദനയുടെ സമയത്ത് ഞാൻ വിചാരിച്ചു ഇതായിരിക്കുമോ മരണം, ഞാൻ മരിക്കാൻ പോവുകയാണോ എന്ന് വിചാരിച്ച് കണ്ടമാന നിരാശയിലേക്ക് ഞാൻ കടന്നുപോയി. അപ്പോൾ ഈ ശ്വാസം കിട്ടാതെ കണ്ണ് മിഴിക്കുന്ന കാരണം സിസ്റ്റർമാർ എൻ്റെ കണ്ണ് രണ്ടും സൈഡിൽ നിന്ന് ഒരു ബാൻഡേഡ് ഒട്ടിച്ചേക്കുമായിരുന്നു. അതൊക്കെ പിന്നീട് സിസ്റ്റർമാർ എനിക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ടാണ് എനിക്ക്, അപ്പം ഞാൻ ഈ കണ്ണൊന്ന് വലിച്ചു തുറക്കാൻ വേണ്ടിയിട്ട് ആവത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇത് സാധിക്കുന്നില്ല. ഇങ്ങനെ ഞാൻ ഏറെ അധികം വേദനിച്ച് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്, എൻ്റെ ഈശോയെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് പോയി, ആരുമില്ല എന്ന് വിചാരിക്കുന്ന ആ സമയത്ത് എനിക്ക് തോന്നുകയാണ് എൻ്റെ കട്ടിലിൻ്റെ സൈഡിൽ കൂടെ ആരോ നടക്കുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. വേഗം നഷ്ടപ്പെട്ടു പോയ പ്രത്യാശയും പ്രതീക്ഷയും എല്ലാം എന്നിൽ വന്ന് നിറയുകയാണ്. ഇല്ല, മരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ആരോ നടക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ, അപ്പം ഞാൻ മരിച്ചിട്ടില്ല. അങ്ങനെയാണ് ഞാൻ ബോധ്യപ്പെടുന്നത്. അപ്പോൾ ഇതൊന്ന് കാണണം, ആരാണ് നടക്കുന്നത്, ഡോക്ടർമാരാണോ സിസ്റ്റർമാരാണോ, ആരാണ് എൻ്റെ ഈ സൈഡിൽ കൂടെ നടക്കുന്നതെന്നൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ശക്തി പ്രയോഗിച്ച് ഞാൻ കണ്ണ് വലിച്ചു തുറക്കാൻ നോക്കിയപ്പോൾ ഈ സൈഡിൽ നിന്ന് ഒരു ശകലം ബാൻഡേഡ് അയഞ്ഞു. അപ്പോൾ ചെരിഞ്ഞ്, നേരെ വെന്റിലേറ്റർ വെച്ച് കിടക്കുന്നതുകൊണ്ട് എനിക്ക് തല ചരിക്കത്തില്ല, ചെരിഞ്ഞ് നോക്കുമ്പോൾ ഈ താഴ്വശം മാത്രം നമുക്കൊന്ന് കാണാം. അവിടെ ഞാൻ കണ്ട കാഴ്ച ഒരു ചുമന്ന അങ്കി വലിഞ്ഞു പോകുന്ന ഒരു കാഴ്ച മാത്രം എനിക്ക് കാണാം. താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ കാണാം, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, ഇത് ഇങ്ങനെ കാണുകയാണ്. ഇത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വസ്ത്രം ധരിച്ച ഒരാൾ നമ്മുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ ഒരു കാറ്റടിക്കുന്നത്, ആ കാറ്റ് പോലും എൻ്റെ കയ്യിൽ അടിക്കുന്നു. അത്ര സ്പഷ്ടമായിരുന്നു എൻ്റെ അടുത്ത് ആളുണ്ട് എന്നുള്ള ബോധ്യത്തിൽ. ഞാൻ ഈ കണ്ട കാഴ്ച, ഞാൻ പെട്ടെന്ന് എനിക്ക് അന്നേരം തോന്നിയത്, ദൈവമേ, എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ ഇതാ എന്നെ ആശ്വസിപ്പിക്കാനായിട്ട് ഈശോ വന്നു, ഈശോ ഉണ്ട് എൻ്റെ അരികിൽ. അപ്പോൾ ഞാൻ രക്ഷപ്പെടും. ഇങ്ങനെയൊരു കണ്ടമാന ഒരു വിശ്വാസത്തിലേക്ക് ഞാൻ വന്നു. പിന്നീട് എനിക്കുണ്ടായ അനുഭവം എന്ന് പറഞ്ഞത്, അന്ന് വരെ ഞാൻ അനുഭവിച്ച വേദനകളെല്ലാം മറന്ന് നല്ല ഒരു ഉറക്കത്തിലേക്ക് പോയ ഒരു അനുഭവമാണ് പിന്നീട് എനിക്കുണ്ടായത്. എനിക്കറിയാം, നമ്മളെല്ലാവരും വിശ്വാസമുള്ളവരാണ്. ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടും വിശ്വാസമുള്ള മാതാപിതാക്കളുടെ മകളായി ജനിച്ചതുകൊണ്ടും ഞാൻ വിശ്വാസത്തിൽ തന്നെയാണ് വളർന്നത്. പക്ഷേ ഒരു 23-25 വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് ചോദിക്കുകയാണ്, നിൻ്റെ തലയിലെ തലമുടി നാരിഴ പോലും എണ്ണി തിട്ടപ്പെടുത്തിയ, നിൻ്റെ കണ്ണീർ കണങ്ങളെ കുപ്പിയിൽ ശേഖരിച്ച ഒരു ദൈവം നിനക്കുണ്ട് എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി നിൻ്റെ കണ്ണീർ കണങ്ങളെല്ലാം നിൻ്റെ ഓരോ കുപ്പിയിൽ ശേഖരിച്ച് നിൻ്റെ വിചാരങ്ങൾ, ഹൃദയവിചാരങ്ങളെല്ലാം അറിഞ്ഞ് നീ വിളിക്കുമ്പോൾ ഓടി വരാൻ തയ്യാറായിട്ട് നിന്നെ നോക്കി നിൽക്കുന്ന, ഇന്നും ജീവിക്കുന്ന ദൈവം നമ്മുടെ ഇടയിലുണ്ട്. അത് ഞാൻ 100% വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിലേക്ക് വളരാൻ ഈ
ആശുപത്രിയിലെ വാസം എന്നെ സാധിച്ചു. ഉറപ്പായിട്ടും അത് സാധിക്കട്ടെ എന്നാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. കാരണം നമുക്കറിയാം, ഇന്ന് പല സാഹചര്യങ്ങൾ നമുക്കുണ്ട് വിശ്വാസത്തിൽ നകന്നു പോകാൻ. ഇന്ന് സഭയിലാണേലും നമ്മുടെ ഇടവകയിലാണേലും ഓരോ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ വിശ്വാസത്തിൽ നകന്നു പോകാം. പക്ഷേ അതിൽ നിന്നും അകന്നു പോകാതെ വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ച് സഭയോട് ചേർന്ന് നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ഒപ്പം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. ഇങ്ങനെ 5 മണിയായി. ഈ 5 മണിയായ സമയത്ത് ഒരു ആംബുലൻസ് പോകുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ ഞെട്ടി ഉണരുന്നത്. ഈ ഞെട്ടി ഉണർന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞാൻ ഞെട്ടി ഉണർന്നു. പക്ഷേ വീണ്ടും ഞാൻ മയക്കത്തിലേക്ക് പോയ സമയത്ത് പെട്ടെന്ന് ഈ ഐസിയുവിലേക്ക് ചെല്ലാൻ എനിക്ക് ഈ പഴയ, ഞാൻ പറഞ്ഞില്ലേ എന്നെ പേടിപ്പിക്കുന്ന ആ സൗണ്ട്, പെട്ടെന്ന് ഡോക്ടർ നിന്നെ അന്വേഷിക്കുന്നു, നീ താഴേക്ക് ചെല്ലു ഇങ്ങനെ പറഞ്ഞു. ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം സിസ്റ്റർ എന്നോട് പറയുക, ഒരു ജ്യൂസ് ലൈറ്റായിട്ട് അടിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് തന്നെ അത് ക്യാൻറ്റീനിൽ പോയി അവർ ജ്യൂസ് ലൈറ്റായിട്ട് അരിച്ചവർ തന്നു. അത് കൊണ്ടുവന്ന് കൊടുത്തു. കുഴപ്പമില്ല. ഒരു 8 മണിയായി കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ ഈ ഐസിയുയിൽ ചെല്ലുന്നു. ഐസിയു ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ലൈറ്റായിട്ട് കഞ്ഞി അടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കഞ്ഞി അടിച്ചുകൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ശാന്തമായിട്ട് ഒന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. രാവിലെ ആയി കഴിഞ്ഞപ്പം ഞാൻ നെറ്റിയെ കുരിശ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഐസിയുവിലേക്ക് ചെല്ലുക. ഈ ഐസിയുവിലേക്ക് ചെന്നപ്പം ഡോക്ടറും സിസ്റ്റേഴ്സ് എല്ലാം നല്ല പാട്ടുമൊക്കെ പാടി ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഈ മരുന്നിനോടും ആഹാരത്തിനോടും ഒക്കെ പ്രതികരിക്കാൻ തുടങ്ങി, ഇനിയൊന്ന് കണ്ണ് തുറന്ന് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പം വളരെ ശാന്തതയായി, കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി. വൈകുന്നേരം ഇതുപോലെ ഇങ്ങനെ ചാപ്പലിലിരിക്കുന്ന സമയത്ത് പിന്നെ നടന്ന കാര്യങ്ങളെല്ലാം ഈശോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മന്ത്രിക്കുന്ന പോലെ ഓരോ മന്ത്രിച്ച് തരിക. ഇന്ന സമയത്ത് വെൻറ്റിലേറ്ററിൽ നിന്ന് ഇദ്ദേഹത്തെ മാറ്റും. ഒരു സമയം ഈശോ പറയുക, ആ സമയത്ത് വെൻറ്റിലേറ്ററിൽ നിന്ന് ഇങ്ങനെ മാറ്റി. അതുപോലെ ഇന്ന ദിവസം ഐസിയുവിൽ നിന്ന് റൂമിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞ ഡേറ്റിൽ ആ സംഭവം നടന്നു. ഇങ്ങനെ റൂമിലേക്ക് മാറ്റി 3 ദിവസം കഴിഞ്ഞപ്പം ഈ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ, കുഴപ്പമൊന്നുമില്ല, ജിക്ക് അത്യാവശ്യം ജിജി നല്ല ഒരു എന്ന് പറഞ്ഞാൽ കയ്യെ പിടിച്ച് നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ആയി, വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ ഒത്തിരി മരുന്ന് വല്ലതും കാണുമോ? കാരണം എനിക്ക് പേടിയാണ്. കാരണം പൈസ എത്ര രൂപ ആകും നമുക്കറിയത്തില്ലല്ലോ. അത് കാരണം എത്ര രൂപ ആകും ഡോക്ടറെ, മരുന്ന് എത്രമാത്രം ഉണ്ടാവുമെന്ന് ചോദിച്ചു. പെട്ടെന്ന് ഈ ഡോക്ടർ, ജോസഫ് എന്ന് പറയുന്ന ഡോക്ടറാണ് ഓപ്പറേഷൻ ചെയ്തത്, ഡോക്ടർ പറഞ്ഞു, അതിനെ ഒരാഴ്ച മുമ്പേ ഞങ്ങൾ ഉപേക്ഷിച്ച് കഴിഞ്ഞ കേസായത്. 3ാമത്തെ ഓപ്പറേഷൻ സത്യത്തിൽ വിജയിക്കുമെന്ന് ഞങ്ങൾ ഓർത്തുകൊണ്ട് ഞങ്ങൾ ചെയ്തതല്ല. ഇതെന്നാ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത് കാരണം ഒരു മരുന്നും തരാനില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഈ ജിജിയുടെ കയ്യെ പിടിച്ച് പതുക്കെ ഇങ്ങനെ കയ്യെ പിടിച്ചുകൊണ്ട് എല്ലാ റൂമിൽ കൂടെയും ചെന്ന് ഡോക്ടർമാരോടും സിസ്റ്റർമാരോടും ഒക്കെ നന്ദി പറഞ്ഞ് അവർക്ക് മിഠായി ഒക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങി വരിക. അപ്പം ഇവൾക്ക് അനസ്തേഷ്യ കൊടുത്ത പ്രദീപ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ മറ്റൊരു ജൂനിയർ ഡോക്ടറെ ആയിട്ട് വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുക, എന്നെ ഇങ്ങനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് എന്നോട് ചോദിക്കുക, ഈ ശ്വാസകോശത്തിനൊരു മുറിവുണ്ടായെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ഡോക്ടറെ അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഉണ്ടായിരുന്നോ? നമ്മൾ അതിശയത്തോടു കൂടി ചോദിക്കുക, അങ്ങനെ ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, നിങ്ങളത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളത് ശ്രദ്ധിക്കത്തില്ലായിരുന്നു, ഉണ്ടായിരുന്നു. നോക്ക്, ഈശോ അന്ന് അത് കാണിച്ചത്. അത് നിങ്ങളന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളത് ശ്രദ്ധിക്കുകയില്ലായിരുന്നു, ആള് മരിച്ചു പോകുമായിരുന്നു എന്ന് ഡോക്ടർ പറയുക. എന്നിട്ട് അവിടെ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് പോയി പിന്നീട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഈ ഡോക്ടേഴ്സ് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ജിജിയെ കാണുമ്പം. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഈ ആൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അവർക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അന്ന് ഡോക്ടർമാർ പറയുക, ഞങ്ങളെയൊക്കെ വിശ്വാസത്തിലേക്ക് നയിച്ചൊരു ഘട്ടമായി പോയി കേട്ടോ ഇത് നിങ്ങളുടെ ആ വിശ്വാസം കണ്ടിട്ട്, നിങ്ങളുടെ ഈ നാട്ടുകാരുടെ പ്രാർത്ഥനയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ആകപ്പാടെ അമ്പരന്നിരിക്കുക. അതുകൊണ്ട് ഇവിടെ സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ കേൾക്കണോ?
ഇതിനു മുമ്പ് പല രോഗികളും 1-2 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞ് വിജയിക്കുന്നില്ല എന്നോർത്ത് ഞങ്ങൾ വിട്ട് കളഞ്ഞിരുന്നു. പക്ഷേ ഇനി ഞങ്ങളങ്ങനെ വിട്ട് കളയത്തില്ല കേട്ടോ. ഡോക്ടർ പറയുന്നത് ശരിക്കും എൻ്റെ ഒരു കുമ്പസാരത്തിലൂടെ, ഒരു പാപിയായ ഒരു മനുഷ്യൻ്റെ ഒരു കുമ്പസാരത്തിലൂടെ തമ്പുരാൻ ഇങ്ങനെ നമ്മളുടെ അടുത്ത് പ്രവർത്തിക്കുമെങ്കിൽ ഇന്ന് തിരുസഭയിലുള്ള കൂദാശകളെല്ലാം ശരിയാവണ്ണം നമ്മളൊന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അനുവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരാവുന്ന വിഷയങ്ങളല്ലേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ. ഞങ്ങളിന്ന് കുടുംബങ്ങളുടെ ഇടയിൽ അന്ന് ഈശോയ്ക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ്, ഇനിയൊരു ജീവിതം ജിജിയെ എനിക്ക് തിരിച്ചു തരുവാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്തു കൊള്ളാമെന്ന്. അന്നു മുതൽ ഞങ്ങൾ അങ്ങനെ കുറച്ച് നാളൊക്കെ പള്ളികളിൽ കൂടെയൊക്കെ പോയി സുവിശേഷമൊക്കെ പറഞ്ഞ് ഈ വചനം ഇതൊക്കെ പറഞ്ഞു. പിന്നെയും എൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു. ഞാൻ പറഞ്ഞു ഇതൊക്കെ എനിക്ക് തോന്നിയൊരു തോന്നലാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പരിപാടി നിർത്തി. വീണ്ടും ഞാൻ പഴയ രീതിയിലേക്ക് പോയി. ഒരു മനുഷ്യൻ്റെ അധപ്പതനം നിങ്ങൾ നോക്ക്. വീണ്ടും ഈശോയുടെ പദ്ധതി ഈശോ നടപ്പാക്കി. എനിക്ക് വീണ്ടും ഒരു വിഷയം ഉണ്ടായി. ആ വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അട്ടപ്പാടി ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പം ഒരു ബ്രദറിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഈശോയ്ക്ക് നിങ്ങളൊരു വാക്ക് കൊടുത്തെന്നും ആ വാക്ക് കൊടുത്തത് പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ലെന്നും ഈ ബ്രദറിലൂടെ ഞങ്ങളോട് സംസാരിച്ചു. അന്നു മുതൽ ഞങ്ങൾ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാനും ഞങ്ങളിന്ന് കപ്പിൾസ് മിനിസ്ട്രി എന്ന ഒരു സംഘടന ഇന്ന് ഓൾ കേരള തലത്തിലുള്ളതാണ്. അതിൽ ഞങ്ങൾ ഓരോ ഇടവകയിലും സെല്ലുകൾ രൂപീകരിക്കുകയെന്ന് പറയുന്നത്, ദമ്പതികളുടെ സെല്ലുകൾ ആരംഭിച്ച് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾക്കിന്ന് അറിയാവുന്ന ഒരു കാര്യം ഇതാണ്, ഒരു കുടുംബത്തിൽ തുടർച്ചയായിട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, ഞാൻ അടിവരയിട്ട് ഞാൻ പറയുന്നു, ഞങ്ങൾ ഈശോയുടെ നാമത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്, ഒരു കുടുംബത്തിൽ തുടർച്ചയായിട്ട് എന്തെങ്കിലും രോഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ദിവികാരുണ്യ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോ വെളിപ്പെടുത്തി തരും എന്തുകൊണ്ടാണ് ആ സംഭവം. ഞങ്ങൾക്ക് ധൈര്യമായിട്ട് ഇന്ന് തിരുസഭയിലുള്ള മക്കളോട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, ഈ തിരുസഭയിൽ നടക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ ഭാര്യാഭർത്താക്കന്മാരന്ന് കൈപിടിച്ചാൽ തീരുന്ന വിഷയങ്ങളേ ഉള്ളൂ. കുറച്ച് വൈദികരോ സന്യസ്തരോ ചാനലിൽ വന്നിരുന്ന് ഈ സംഭവങ്ങൾക്കെല്ലാം എതിരായിട്ട് സംസാരിച്ചാലും ഇന്ന് എൻ്റെ ഈശോ, നമ്മുടെ ഈശോ രക്തം കൊടുത്ത് നേടിയെടുത്ത ഈ തിരുസഭയെ പതറിക്കാൻ ആർക്കും സാധിക്കത്തില്ല. നമ്മളൊന്ന് തീരുമാനിച്ചാൽ, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് യുവജനങ്ങളെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്തിട്ടാണ് നമ്മൾക്ക് ബുദ്ധിമുട്ടുന്നത്. ഇങ്ങനെയൊന്ന് കൈപിടിച്ച് ഈ കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ ദമ്പതികൾ തയ്യാറായാൽ തീരുന്ന വിഷയങ്ങളെ നമ്മുടെ കുടുംബങ്ങളിലുള്ളൂ. ഞങ്ങൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? തിരുവചനം നമ്മളോട് ചോദിക്കുന്നതാണ്, ഏത് ശ്രേഷ്ഠ ജനതയുണ്ട്? ദൈവം ഇത്ര അടുത്തുള്ള ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഈശോ നമ്മളോട് ഈ രാത്രിയിൽ നമ്മളോട് പറയുക, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. കരങ്ങളടിച്ച് നന്ദി പറയാം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ദൈവത്തിന് തെറ്റുപറ്റില്ല. ആർക്കെല്ലാം തെറ്റുപറ്റിയാലും ദൈവത്തിന് തെറ്റുപറ്റില്ല. ഇന്ന് ജീവിക്കുന്ന ദൈവമാണ്. ഈ മകനെ അനുഗ്രഹിച്ച കർത്താവ്, ഈ മകളെ സുഖപ്പെടുത്തിയ കർത്താവ്, ഇന്ന് ജീവിക്കുന്ന ദൈവം. നമുക്കൊരു നിമിഷം 2 കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി, നാം കേട്ടത് നമ്മുടെ കർത്താവ് ചെയ്ത വീര്യപ്രവർത്തികളാണ്. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കരമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഇന്നും ജീവിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം ആ മകളുടെ ജീവിതത്തെ തിരിച്ചു നൽകി അനുഗ്രഹിച്ചു. അത് നമുക്ക് സാക്ഷ്യമായി നൽകി. ഓ ദൈവമേ, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഓ കർത്താവെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ മഹത്വം ഈശോയ്ക്ക്, സ്തുതി ഈശോയ്ക്ക്. കർത്താവിനെല്ലാം മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. അനുഗ്രഹിച്ച കർത്താവേ, സുഖപ്പെടുത്തിയ കർത്താവേ, ജീവൻ തിരിച്ചു നൽകിയ കർത്താവേ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു.
ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോ 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 ഈശോ. യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ശാന്തമായിട്ടിരിക്കാം.